ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും അഭിലാഷമാണ്. അവ പൂർത്തിയാക്കാൻ ആയിരങ്ങളുടെ ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ അവ സ്വീകരിക്കപ്പെടാതെ വന്നാൽ അതൊരു മഹാനഷ്ടമായിരിക്കും. അതിനാൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവയിൽ പ്രധാനം അവയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണം ഹലാലായതായിരിക്കണം എന്നതാണ്. മതം നിഷിദ്ധമാക്കിയ വഴിയിലൂടെ സമ്പാദിച്ച ധനം ഹജ്ജും ഉംറയും ചെയ്യാൻ ഉപയോഗിക്കരുത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെ അവ നിർവഹിക്കുന്നതിനു വേണ്ടി പാകപ്പെടുത്തുക എന്നതാണ്. അതായത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക, അവയുടെ സ്വായത്തമാക്കുന്ന വിശുദ്ധി മരണം വരെ കാത്തു സൂക്ഷിക്കാൻ സന്നദ്ധമാവുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഹജ്ജുകളുടെയും ഉംറകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നതിലല്ല കാര്യം, ചെയ്യുന്നവ കുറ്റമറ്റതാക്കുക എന്നതിലാണ്. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ഹജ്ജും ഉംറയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുമുള്ള അവസരമായി കാണുക. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുന്ന ചില ഗ്രൂപ്പുകൾ വിവരദോഷികളെ തൃപ്തരാക്കാൻ അവരെക്കൊണ്ട് ചില അനാചാരങ്ങൾ ചെയ്യിക്കാറുണ്ട്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരുടെ വഞ്ചനയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാതെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടലാകും ഫലം.